മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ പട്ടികജാതി വിഭാഗത്തിനായി അനുവദിച്ച എസ്.സി. ഫണ്ടുകളുടെ ദുരുപയോഗവുമായി ബന്ധപ്പെട്ട പരാതിയിൽ സമഗ്രമായ തുടരന്വേഷണം വേണമെന്ന ആവശ്യം ശക്തം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുമ്പും പരാതികൾ നൽകി വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. അന്വേഷണം എങ്ങും എത്താത്തതിനെ തുടർന്ന് വീണ്ടും പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ പട്ടികജാതി വിഭാഗത്തിനായി അനുവദിച്ച എസ്.സി. ഫണ്ടുകളുടെ ദുരുപയോഗവുമായി ബന്ധപ്പെട്ട പരാതിയിൽ സമഗ്രമായ തുടരന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ക്രമക്കേടുമായി ബന്ധപ്പെട്ട് മുമ്പും പരാതികൾ നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്രമക്കേട് കണ്ടെത്തുന്നതിനായി അന്വേഷണം വിജിലൻസിന് കൈമാറി. അന്വേഷണം എങ്ങുമെത്താത്തതിനെ തുടർന്നാണ് വീണ്ടും പരാതിയുമായി പൊതുപ്രവർത്തകൻ റിയാസ് രംഗത്തെത്തിയത്. ആദ്യ അന്വേഷണത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് പഞ്ചായത്തിലെ സെക്രട്ടറിയെയും അസിസ്റ്റന്റ് സെക്രട്ടറിയെയും സസ്പെൻഡ് ചെയ്തിരുന്നു. അതിനുശേഷമുള്ള അന്വേഷണ നടപടികൾ കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നില്ലെന്നാണ് റിയാസിന്റെ ആരോപണം. തുടർ അന്വേഷണം നമ്മുടെ സെക്രട്ടേറിയറ്റിലെ ഒരു ഉന്നതതല ഉദ്യോഗസ്ഥന്റെ ഇടപെടൽ കൊണ്ട് ഇത് മന്ദഗതിയിലായിരിക്കുകയാണെന്നുള്ളതാണ് നമ്മൾ അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇതിനെതിരായിട്ട് തുടർ അന്വേഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി അടക്കം ബന്ധപ്പെട്ട വകുപ്പുകൾക്കും നമ്മളിപ്പോൾ പരാതി നൽകുകയാണ് ചെയ്യുന്നത്. ഈ പരാതിയുടെ തുടർ അന്വേഷണം വേണം തന്നെയാണ് നമ്മുടെ ആവശ്യം. ഫണ്ട് തട്ടിപ്പിൽ പങ്കുള്ള മുഴുവൻ ആളുകളെയും കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിഷയത്തിൽ സമഗ്ര തുടരന്വേഷണം നടത്തി ഉത്തരവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന ആവശ്യമാണ് പരാതിക്കാരൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സിറ്റി വിഷൻ, മൂന്നാർ.